കൊച്ചിൻ ദേവസ്വത്തിന് കീഴിലെ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിന്റെ പരിപാടിയിൽ നിന്ന് നടൻ ദിലീപിനെ ഒഴിവാക്കി. ദിലീപ് സ്വയം ഒഴിവായെന്ന വിശദീകരണവുമായി എറണാകുളത്തപ്പൻ ക്ഷേത്രോപദേശക സമിതി രംഗത്തെത്തി. ജനുവരിയിൽ ആരംഭിക്കുന്ന ഉത്സവവുമായി ബന്ധപ്പെട്ട കൂപ്പൺ വിതരണത്തിന്റെ ഉദ്ഘാടനത്തിനായാണ് ദിലീപിനെ ക്ഷണിച്ചിരുന്നത്. നോട്ടീസ് പുറത്തായതിനു പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രതിഷേധം ഉയർന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 6:30 നിശ്ചയിച്ച ചടങ്ങ് ബുധനാഴ്ച നടത്തുമെന്ന് ക്ഷേത്രോപദേശക സമിതി അംഗം എസ് അശോക് കുമാർ അറിയിച്ചു. ഇത് മുൻകൂട്ടി ദിലീപ് അറിയുകയും പുള്ളി തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാനൊരു വിവാഹത്തിലേക്കില്ല, ഞാൻ തൽക്കാലം ആ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് ഇന്നലെ രാത്രി പറയുകയും ചെയ്തു. പരിപാടി നടക്കുന്നുണ്ട്, നാളെ മറ്റന്നാൾ പരിപാടി നടക്കുന്നുണ്ട്. ദിലീപിന് കോടതി അല്ലെങ്കിൽ നിയമവ്യവസ്ഥയിൽ ഒരുപക്ഷെ കുറ്റക്കാരനല്ല അല്ലെങ്കിൽ ഒരു തീർപ്പ് അങ്ങനെ ഒരു തീരുമാനം വന്നിരുന്നെങ്കിലും ജനങ്ങളുടെ മനസ്സിലുള്ള സംശയം പലതരത്തിൽ പ്രതിഫലിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ക്ഷേത്രോപദേശക സമിതി അധ്യക്ഷൻ എസ് അശോക് കുമാർ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചതിനെ തുടർന്നാണ് വിവാദമുണ്ടായത്. കാരണം ദിലീപ് ഇപ്പോഴും സംശയത്തിന്റെ ഒരു നിഴലിൽ തന്നെയാണ് നിൽക്കുന്നത്. സംശയത്തിന്റെ ആനുകൂല്യം നൽകിയാണ് കോടതി വെറുതെ വിട്ടത്. അതായത് പൂർണ്ണമായിട്ടും ഇപ്പോഴും ദിലീപിന്റെ മുകളിലുള്ള സംശയം നീങ്ങിയിട്ടില്ല എന്ന തരത്തിലേക്ക് പല ഭക്തരും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രതികരണം അറിയിച്ചതോടുകൂടി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇടപെടുകയും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കണം എന്ന് ക്ഷേത്രോപദേശക സമിതി അധ്യക്ഷനെ അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ക്ഷേത്രോപദേശക സമിതി വിശദീകരിക്കുന്നതനുസരിച്ചാണെങ്കിൽ ദിലീപ് ഇങ്ങോട്ട് അറിയിക്കുകയായിരുന്നു താൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. ഏതായാലും വിവാദമായതോടുകൂടി ഒരു മുഖം രക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരുപക്ഷെ ക്ഷേത്രോപദേശക സമിതി വിശദീകരിക്കുന്നത് മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ ദിലീപ് തന്നെ ഇങ്ങനെ അറിയിച്ചു താൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല, അനാവശ്യ വിവാദങ്ങൾക്ക് താനില്ല എന്ന് ഇന്നലെ രാത്രി അറിയിച്ചു എന്നാണ് ക്ഷേത്രോപദേശക സമിതി വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഇപ്പോൾ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ബുധനാഴ്ച ക്ഷേത്രം തന്ത്രി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, ദിലീപ് ഇത്തരമൊരു അറിയിപ്പ് നടത്തിയിട്ടുള്ളത്, അതായത് താൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന അറിയിപ്പ് നടത്തുകയും വിവാദങ്ങൾ കുറെ കൂടി ശക്തമാവുകയും ചെയ്തത് ഇന്നലെ അതിജീവിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റും അതോടൊപ്പം തന്നെ മഞ്ജു വാര്യരുടെ ഒരു പ്രതികരണം, ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ട മഞ്ജു വാര്യരുടെ ഒരു പ്രതികരണം ശക്തമായുള്ള രീതിയിൽ ഉണ്ടാവുകയും അതിൽ തന്നെ ഈ കുറ്റകൃത്യം നടത്തിയതിന്റെ ആസൂത്രകർ ഇപ്പോഴും പുറത്താണ് എന്ന തരത്തിലുള്ള മഞ്ജുവിന്റെ ഒരു ശക്തമായുള്ള ഒരു പ്രതികരണം വരികയും ചെയ്തതോടുകൂടിയാണ് ഒരുപക്ഷെ വീണ്ടും ദിലീപ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലും സമൂഹത്തിനിടയിലും വീണ്ടും സജീവ ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഉത്സവത്തിന്റെ കൂപ്പൺ ഉദ്ഘാടനം, അതായത് നമ്മൾ പിരിവിന്റെ കൂപ്പൺ കൊടുക്കുന്നതിന്റെ ഉദ്ഘാടനം ശ്രീമാൻ ബിന്ദു മാധവന്, ഭീമ ജ്വല്ലറി ബിന്ദു മാധവന് നിന്നും ചെക്ക് വാങ്ങിച്ച് അങ്ങേർക്കൊരു റെസീറ്റ് കൊടുക്കുന്ന ഒരു 5 മിനിറ്റ് നേരത്തെ ചടങ്ങായിരുന്നു അത്. എന്താ പറയുക, രമ്യമായിട്ടൊക്കെ പ്രശ്നം സോൾവ് ചെയ്യണം എന്ന് അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ അത് സോൾവ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ചർച്ച ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള എതിർപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നു? ഇല്ല, അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അതിലേക്ക് മുതിരില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രതീക്ഷയില്ലായിരുന്നു.